നമ്മെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പരമപരിശുദ്ധനായ ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ പ്രാർത്ഥിക്കുന്നു. സഹോദരനെ, ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. അതുവഴി നമുക്ക് ഈ വചനം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ട് നമുക്കല്പം പരിശ്രമിക്കാം. അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടുതൽ നമ്മുടെ കുടുംബങ്ങളിലേക്കും കടന്നു വരട്ടെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ജെറമ്യാ പ്രവാചകൻ 12-ാം അധ്യായത്തിൻ്റെ 6-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്: സ്വന്തം സഹോദരർ പോലും വഞ്ചന കാട്ടും, അവരെയും വിശ്വസിക്കരുത്. ഈ ഭൂമിയിൽ കാണുന്ന മനുഷ്യർ എല്ലാവരും നമ്മുടെ സ്വന്തം സഹോദരങ്ങളാണെങ്കിൽ പോലും അവരെയും വിശ്വസിക്കരുത്. കാരണം അവർ പോലും നമ്മോട് വഞ്ചന കാട്ടും എന്നാണ് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ പ്രവാചകൻ വ്യക്തമായിട്ട് നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തോടും സമാധാനത്തോടും ജീവിക്കേണ്ടതിനാണ് ഈ വചനങ്ങൾ നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ എഴുതി രേഖപ്പെടുത്തി നൽകപ്പെട്ടിരിക്കുന്നത്. ഈ വചനങ്ങൾ വായിക്കുകയും ഇതിൽ വിശ്വസിക്കുകയും ചെയ്ത് നമുക്ക് അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് അനുദിനം നമുക്ക് ഒരുങ്ങാം. കാരണം സ്വന്തം സഹോദരൻ പോലും നമ്മെ വഞ്ചിക്കും, നമുക്കെതിരെ വഞ്ചന കാട്ടുമെന്ന് വ്യക്തമായി തിരുവചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അവരെപ്പോലും വിശ്വസിക്കരുത്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കേണ്ട പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് നൽകി മറ്റുള്ളവരാൽ വഞ്ചിക്കപ്പെട്ട വേദനയിൽ കഴിയുന്ന ഒരുപാട് വ്യക്തികൾ ഇന്ന് ഭൂമിയിലുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, നമുക്ക് വ്യക്തമായിട്ട് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മെ വഞ്ചിക്കുന്ന, നമ്മോട് വഞ്ചന കാട്ടുന്ന സഹോദരങ്ങളെപ്പോലും വിശ്വസിക്കരുത് എന്ന്. വീണ്ടും ജെറമ്യാ പ്രവാചകൻ 20-ാം അധ്യായത്തിൻ്റെ 10-ാം വചനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്: നമ്മുടെ സ്വന്തം സുഹൃത്തുക്കൾ പോലും നമ്മുടെ വീഴ്ച കാണാൻ കാത്തിരിക്കുകയാണ്. കൂട്ടുകാർ ഞാൻ വീഴുന്നത് കാണാൻ കാത്തിരിക്കുന്നു. വചനം വ്യക്തമാക്കുകയാണ്, നമ്മുടെ ഉറ്റ സുഹൃത്തുക്കളെന്നൊക്കെ നമ്മൾ പറയുന്ന, നമ്മൾ സഹായിക്കുന്ന, നമ്മിൽ നിന്ന് പലതും പിൻപറ്റുന്ന, പല ആവശ്യങ്ങളും സാധിച്ചെടുക്കുവാൻ വേണ്ടി നമ്മോട് കൂട്ടുചേരുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഈ സുഹൃത്തുക്കളൊന്നും നമ്മുടെ വീഴ്ചയിലോ പരാജയങ്ങളിലോ നമ്മുടെ കൂടെ കാണുകയില്ല. അതുകൊണ്ടാണ് വചനം വ്യക്തമാക്കുന്നത്, കൂട്ടുകാർ പോലും നമ്മൾ വീഴുന്നത് കാണാൻ കാത്തിരിക്കുകയാണ്. നമ്മുടെ വീഴ്ചയാണ് മറ്റ് പലരുടെയും ആഗ്രഹങ്ങൾ. മറ്റു പല വ്യക്തികളും സുഹൃത്തുക്കളായിട്ട് അഭിനയിച്ച് നമ്മുടെ കൂടെ കൂടി നമ്മെ ചവിട്ടിത്താഴ്ത്തുകയും നമ്മെ ഒരു വളമായി കണ്ട് വളരുവാൻ ആഗ്രഹിക്കുന്നവരുമാണ് പല സുഹൃത്തുക്കളും. ഇപ്രകാരമുള്ള സുഹൃത്തുക്കളെയൊക്കെ നമ്മൾ ഒരുപാട് വൈകി മാത്രമേ നമ്മൾ തിരിച്ചറിയുകയുള്ളൂ. ആ തിരിച്ചറിയുമ്പോഴത്തേക്കും ഒരുപാട് സമയം വൈകി കാണും. പല വീഴ്ചകൾക്കും കാരണം പോലും നമ്മുടെ സുഹൃത്തുക്കളായിരിക്കും. അപ്പോൾ സഹോദരങ്ങളെ, ഇപ്രകാരമുള്ള സുഹൃത്തുക്കളോ സഹോദരങ്ങളോ ആര് തന്നെ ആയിക്കൊള്ളട്ടെ, നമ്മോട് വഞ്ചന കാട്ടുന്ന, നമ്മുടെ വീഴ്ച കാണുവാൻ കാത്തിരിക്കുന്ന ആര് തന്നെ ആയിക്കൊള്ളട്ടെ, അവരെ വിവേകപൂർവ്വം കൈകാര്യം ചെയ്യുവാനുള്ള കൃപ ലഭിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരങ്ങളെ, ജെറമ്യാ 38-ാം അധ്യായത്തിൻ്റെ 22-ാം തിരുവചനങ്ങളിൽ വീണ്ടും കർത്താവിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുകയാണ്: നിന്റെ വിശ്വസ്ത മിത്രങ്ങൾ പോലും നിന്നെ വഞ്ചിച്ചു. നമ്മൾ വിശ്വസിക്കുന്ന വിശ്വസ്ത മിത്രങ്ങൾ, നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ, നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്ന് നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ വിശേഷിപ്പിക്കുന്ന അവർ പോലും നമ്മെ വഞ്ചിച്ചു എന്നാണ് തിരുവചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമുക്കറിയാം, കർത്താവിനെ വഞ്ചിച്ചത് യൂദാസ്. എൻ്റെ കൂടെ ഭക്ഷണത്തിനിരുന്ന എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എനിക്കെതിരെ കുതികാലുയർത്തി എന്നാണ് സങ്കീർത്തകൻ പറഞ്ഞിരിക്കുന്നത്. യേശുവിൻ്റെ ജനനത്തിന് 850 വർഷങ്ങൾക്ക് മുൻപേ സങ്കീർത്തകൻ കാണുകയാണ്, ദൈവം ഭൂമിയിൽ മനുഷ്യനായി അവതരിക്കുമ്പോൾ അവനോടുകൂടെ ഭക്ഷണത്തിനിരുന്ന യേശു സ്നേഹിച്ച പ്രാണസ്നേഹിതൻ പോലും അവനെതിരെ കുതികാലുയർത്തി. അപ്പോൾ സഹോദരങ്ങളെ, ഈ വചനങ്ങളെല്ലാം പഠിപ്പിക്കുന്നത് നമ്മോട് കൂടെ കടന്നു വരുന്ന, നമ്മോട് കൂടെ ആയിരിക്കുന്ന, നമ്മിൽ നിന്ന് എന്തൊക്കെയോ ആഗ്രഹിക്കുന്ന പല വ്യക്തികളും പലതും ആഗ്രഹിച്ചുകൊണ്ട് നമ്മോടുകൂടെ കടന്നു വന്ന് നമ്മുടെ സുഹൃത്തുക്കളായിട്ട്
ദൈവമായിട്ട് അഭിനയിക്കുകയും ഒടുവിൽ നമ്മെ പലവിധ ചതിക്കുഴികളിലും കെണികളിലേക്കും അകപ്പെടുത്തുന്ന വഞ്ചിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നമുക്ക് ചുറ്റുമുണ്ട്. ഈ സുഹൃത്ത് വലയങ്ങളിലൂടെയാണ് ഇന്ന് അനേകം യുവാക്കൾ അകപ്പെട്ടു പോകുന്നത്. ഇന്ന് MDMA, മദ്യം, മയക്കുമരുന്ന് ഇതിനൊക്കെ അടിമപ്പെടുന്ന യുവാക്കളുടെ ജീവചരിത്രം ഒന്ന് എടുത്തു നോക്കിയാൽ അവർ വിശ്വസിച്ച അവരുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് ഇത് മയക്കുമരുന്ന്, മദ്യം ഇവയൊക്കെ ആദ്യമായി അവർക്ക് സൗജന്യമായി സമ്മാനിച്ചത്. ഇങ്ങനെ ഫ്രീ ആയി കിട്ടിയ മദ്യം, മയക്കുമരുന്നിനുമൊക്കെ അടിമകളായി പിന്നീട് ഇതിൻ്റെ അഡിക്ഷനായി മാനസിക വിഭ്രാന്തികൾ, മാനസിക രോഗങ്ങൾ, ഡിപ്രഷൻ, ആത്മഹത്യാ പ്രവണതകൾ, ആരെയും വിശ്വസിക്കാത്ത അവസ്ഥ, മറ്റുള്ളവരാൽ വഞ്ചിക്കപ്പെട്ട അവസ്ഥ, ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ട അവസ്ഥ, ഇവയെല്ലാം പല വ്യക്തികളുടെയും അനുഭവങ്ങൾ അവരുടെ സുഹൃത്തുക്കളാൽ വഞ്ചിക്കപ്പെട്ടതാണ്. സുഹൃത്തുക്കളാണ് ഒരു പക്ഷേ ഇഞ്ചക്ഷൻ രൂപത്തിൽ, ഗുളികയുടെ രൂപത്തിലൊക്കെ മയക്കുമരുന്നുകൾ നൽകിയത്. ആദ്യം അവർ സുഹൃത്തുക്കളാണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ സ്വീകരിച്ചു. പക്ഷേ പിന്നീട് അത് മീനെ പിടിക്കാനിടുന്ന ചൂണ്ടയിൽ നല്ല ഭക്ഷണം വെക്കുന്നത് പോലെയാണ്. ചൂണ്ടയിൽ നല്ല ഭക്ഷണം, മീന് ഇഷ്ടപ്പെട്ട ഭക്ഷണം വെച്ച് കൊടുത്തിട്ടാണ് മീനെ പിടിക്കാൻ ചൂണ്ടയിടുന്നത്. ഇതുപോലെ ഈ ലോകം തന്നെ പിശാചിൻ്റെ ശക്തി വലയത്തിൻ്റെ ഉള്ളിലാണ്. ഈ ലോകം മുഴുവൻ പിശാചിൻ്റെ ശക്തി വലയത്തിലാണ്. വെളിപാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് 2-ാം അധ്യായം 13-ാം വചനത്തിൽ, നീ വസിക്കുന്നത് എവിടെയെന്ന് എനിക്കറിയാം, പിശാചിൻ്റെ സിംഹാസനമുള്ളിടത്ത് തന്നെ. അപ്പോൾ പിശാചിൻ്റെ സിംഹാസനമുള്ള ഈ ഭൂമിയിൽ വസിക്കുമ്പോൾ സഹോദരങ്ങളെ, പൈശാചികമായ സകല പ്രവണതകളും ഈ ലോകത്തിൽ നടമാടും. കർത്താവായ യേശു പറയാണ്, പിശാച് വരുന്നത് നശിപ്പിക്കാനാണ്, കൊല്ലുവാനാണ്, മോഷ്ടിക്കുവാനാണ്. നമ്മുടെ ആത്മാക്കളെ മോഷ്ടിക്കുവാൻ, നമ്മുടെ ആത്മാക്കളെ കൊല്ലുവാൻ, നമ്മുടെ ഭൗതികമായ സകലതും നശിപ്പിച്ച് നമ്മെ പിശാചിൻ്റെ അടിമയാക്കുക എന്നുള്ളതാണ് പിശാചിൻ്റെ പ്രധാന ലക്ഷ്യം. ദൈവരാജ്യത്തിൽ നിന്നകറ്റി മനുഷ്യനെ പിശാചിൻ്റെ അടിമകളാക്കി നരകസന്തതിയാക്കി മാറ്റുക. അപ്പോൾ ഈ നരകസന്തതിയാക്കി മാറ്റണമെങ്കിൽ ഡയറക്റ്റ് നരകം എന്നല്ല പറഞ്ഞു വരുന്നത്. സന്തോഷം, സമാധാനം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും ലൈംഗിക അരാജകത്വങ്ങളിലേക്കും ലൈംഗിക വൈകൃതങ്ങളിലേക്കും ആഹ്വാനം ചെയ്യുന്ന വലിയ ഒരു കെണിയാണ് പിശാച് ഇന്ന് യുവതലമുറയുടെ മുമ്പിൽ ഒരുക്കി വച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം ഓർമ്മിപ്പിക്കുന്നത്, സ്വന്തം സഹോദരനെ പോലും വിശ്വസിക്കരുത്, നമ്മുടെ ഉറ്റ സുഹൃത്തുക്കളെ പോലും വിശ്വസിക്കരുത്. കാരണം നമ്മുടെ വീഴ്ച കാണാൻ കാത്തിരിക്കുന്ന ഒരുപാട് സുഹൃത്ത് വലയങ്ങൾ നമുക്കുണ്ട്. അതുപോലെ നിന്റെ വിശ്വസ്ത മിത്രങ്ങളെ പോലും നീ വിശ്വസിക്കരുത്, അവരും നിന്നെ വഞ്ചിക്കും. ഇന്ന് മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിലും മയക്കുമരുന്നിന് അടിമകൾ, മദ്യത്തിന് അടിമകൾ, ഇവരെല്ലാം അവരുടെ സുഹൃത്ത് വലയങ്ങളാൽ വഞ്ചിക്കപ്പെട്ട വ്യക്തികളാണ്. അപ്പോൾ സഹോദരങ്ങളെ, വിശ്വസ്ത മിത്രങ്ങൾ പോലും നമുക്കെതിരെ കെണിവെക്കും. ഇപ്രകാരം നമ്മുടെ പണം മാത്രമല്ല, നമ്മുടെ ചാരിത്രശുദ്ധി, നമ്മുടെ വിശുദ്ധി, പ്രാർത്ഥനാ ജീവിതം, കുടുംബജീവിതം, കുടുംബത്തിൻ്റെ പേര് കളങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തികളിലേക്കൊക്കെ നമ്മെ നയിക്കുന്നത് പലപ്പോഴും നമ്മുടെ വിശ്വസ്ത മിത്രങ്ങൾ തന്നെയായിരിക്കും. അവരും അറിയാതെ വീണുപോയ പല കെണികളിലേക്കും നമ്മെയും ആകർഷിച്ചു കൊണ്ടുപോയി അവർ നശിച്ചതുപോലെ നമ്മെയും നശിപ്പിക്കുവാനുള്ള പിശാചിൻ്റെ കുടിലതന്ത്രങ്ങൾ പലപ്പോഴും കടന്നു വരുന്നത് സുഹൃത്ത് ബന്ധങ്ങളിലൂടെയായിരിക്കും. ഇന്ന് പഠിക്കുന്ന കുട്ടികളിലേക്ക് ഈ മോശപ്പെട്ട ജീവിതങ്ങൾ, അതുപോലെ മോശപ്പെട്ട സിനിമാ രംഗങ്ങളൊക്കെ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇൻ്റർനെറ്റിലും ഇൻസ്റ്റാഗ്രാമിലുമൊക്കെ പോസ്റ്റ് ചെയ്ത് നമ്മുടെ സുഹൃത്തുക്കളെ പോലും നശിപ്പിക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകളൊക്കെ വരുന്നതും നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയായിരിക്കാം. അപ്പോൾ സഹോദരങ്ങളെ, വചനം ഓർമ്മിപ്പിക്കുകയാണ്, വിശ്വസ്ത മിത്രങ്ങൾ പോലും നിന്നെ വഞ്ചിച്ചു, വിശ്വസ്ത മിത്രങ്ങൾ നിനക്കെതിരെ കെണിവെച്ചു, വിശ്വസ്ത മിത്രങ്ങളെ പോലും വിശ്വസിക്കരുത്. അപ്പോൾ സഹോദരങ്ങളെ, നമുക്ക് ബന്ധുക്കൾ വേണ്ട എന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ അവരിലൂടെ തിന്മകൾ കടന്നു വരുമ്പോൾ അത് വിവേചിക്കാൻ വേണ്ട കൃപാവരങ്ങൾ നമുക്ക് വേണം. അതിന് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, വചനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളെയും, എല്ലാ യുവതി
യുവതി യുവാക്കളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. പിശാചിൻ്റെ കണിയിൽ അകപ്പെട്ടു പോയവരെ അവിടുന്ന് കൈപിടിച്ചുയർത്തണമേ. എല്ലാവിധ ബന്ധനങ്ങളും തകർത്തുകൊണ്ട് കർത്താവെ അവരെ വിശുദ്ധ ജീവിതം നയിക്കാൻ വേണ്ട കൃപാവരങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം കേൾക്കുന്ന, ഈ വോയിസ് കേൾക്കുന്ന ഓരോ വ്യക്തികളും അവരുടെ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.